തൃശൂർ ചേലക്കര കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നടന്ന ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ കേസ്. കൊണ്ടാഴി മേലാമുറി സ്വദേശി വാസുവിനെതിരെ പഴയന്നൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയോടെ മേലാമുറിയിലെ ഒരു വീട്ടിൽ കിറ്റ് വിതരണം ചെയ്യുന്നതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് തിരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് 83 വയസ്സുകാരി വിശാലാക്ഷി അമ്മയുടെ വീട്ടിൽ നിന്നും കിറ്റ് കണ്ടെത്തിയത്. BNS വകുപ്പുകൾ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമപ്രകാരവുമാണ് കേസ്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അത് ഓരോരുത്തർ ഇവിടെ വന്ന കുന്നുമ്പിലെ രാമന്റെ അതൊക്കെ വന്നു. അതെ, കുന്നുമ്പിലെ അമ്മുചാക്ഷിയുടെ ബോംബെയിൽ നിന്ന് കൊടുന്ന പെണ്ണ് വാസു തന്നെ. അത് പ്ലാപ്പടത്തിലെ ബിജെപിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു. ആരൊക്കെ അവര് പറഞ്ഞാലിപ്പോ പറഞ്ഞവർക്ക് നമ്മൾ ചെയ്തോളണമെന്നൊന്നുമില്ലല്ലോ. എനിക്കേ ഞാനുള്ള കാര്യം പറഞ്ഞപ്പോ ഞാനൊന്നും നോക്കിയില്ല. ഇനി മകൾ വന്നിട്ട് നോക്കിക്കോട്ടെ. പൈസ ഒന്നും തന്നില്ല. അതില് ചുവന്ന നിറത്തിൽ കാണാണ്ട്, മഞ്ഞ നിറത്തിൽ കാണാണ്ട്, വെള്ള നിറത്തിൽ കാണാണ്ട് ഓരോരുത്തര വന്ന് ഒക്കെ കൂടി ഒരു കവറിലാക്കി. അധികം വലുതൊന്നുമല്ല. എല്ലാവരും തന്നിട്ടുണ്ടോന്ന് അറിയാലോ. ട്രയലുണ്ടായിരുന്നില്ലേ ആളുടെ മോനെ ഒന്നും. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് ലീഗിന് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സായിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. CH മുഹമ്മദ് കോയയും അബു ഖാദർ കുട്ടി നാഹയും ഉപമുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ലീഗ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നില്ല. എന്നാൽ ചർച്ച പുരോഗമിക്കുമ്പോൾ ആവശ്യപ്പെടുമോ എന്ന് പറയാനാവില്ല എന്നും മുനവർ അലി തങ്ങൾ പറഞ്ഞു.